സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനെന്തിലേക്ക് സ്വാഗതം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഇന്നതിന് ചെയ്യും എന്നല്ലയോ പറയേണ്ട. യാക്കോബ് 4:15 വാക്യം. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമുക്കാണെന്നും ഭാവിയിലേക്കുള്ള നമ്മുടെ പദ്ധതികൾ വിജയിക്കുമെന്നും വിശ്വസിപ്പാൻ നാം പ്രലോഭിപ്പിക്കപ്പെടുന്നു. എന്നാൽ യാക്കോബ് പറയുന്നു, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതാണ്? അല്ല, നേരത്തെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ജീവിതം നമ്മൾ പലപ്പോഴും ദുർബലമാകുന്നതിനേക്കാൾ ഹ്രസ്വവും വേഗമേറിയതും കൂടുതൽ ദുർബലവുമാണ്. ആസൂത്രണം ആവശ്യമാണ്. എന്നാൽ അനുതാപത്തിൻ്റെ പാപം നിയന്ത്രണം നമ്മുടെ കയ്യിലാണെന്ന അനുമാനത്തിനാണ്. അതുകൊണ്ട് നിങ്ങളോ പമ്പ് പറഞ്ഞു പ്രശംസിക്കുന്നു, ഈ വക പ്രശംസിക്കുന്നു എല്ലാം ദോഷമാകുന്നു എന്ന് യാക്കോബ് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഈ വക പ്രശംസ എല്ലാം ദോഷമാകുന്നു. ഈ പാപരഹിതമായ രീതി ഒഴിവാക്കാനുള്ള മാർഗം ദൈവത്തോടുള്ള നന്ദിപൂർവമായ പങ്കാളിത്തമാണ്. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഒക്കെയും ദൈവത്തിൽ നിന്നാണ്. കൃതജ്ഞത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാം ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്നത്തെയും ഭാവിയെയും പദ്ധതികളെയും അനുഗ്രഹിക്കണം എന്ന് വെറുതെ പറയാതെ അവിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ അവിടത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് നമ്മെ സഹായിപ്പാൻ നാം അവിടത്തോട് അപേക്ഷിക്കുന്നു. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം ഏറ്റെടുപ്പാൻ നിങ്ങൾ പ്രലോഭപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുകയും അവിടുത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്താണ് അർത്ഥമാക്കുന്നത്? പ്രാർത്ഥിക്കാം. പ്രിയ യേശുവേ, എൻ്റെ പദ്ധതികളും ഭയങ്ങളും ആഗ്രഹങ്ങളും ഞാൻ അങ്ങയെ പരിമേൽപ്പിക്കുന്നു. ഞാൻ അഹങ്കാരിയോ നിഷ്ക്രിയനാകാതെ അങ്ങയോടൊപ്പം പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കാരണം അങ്ങ് ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.